മൈൻഡ് കൊണ്ടും എല്ലാ തരത്തിലും നിങ്ങൾ നല്ലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ച് വരാൻ അയാൾക്ക് പറ്റാത്തൊരു സാഹചര്യമാണെന്നും അയാൾക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എനർജി, നിങ്ങൾ ഭയങ്കര സ്പിരിച്വൽ ആളായതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫും ചൂസ് ചെയ്ത്, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത്, പിന്നെ നിങ്ങൾ സെൽഫ് കെയറും സെൽഫ് ലവും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ എല്ലാം ഇനി യൂണിവേഴ്സിൽ അർപ്പിച്ച് അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ നിങ്ങളിലോട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഇത് എങ്ങനെ പഴയതുപോലെ ആകുമോ ഇല്ലയോ ഒന്നും കറക്റ്റായിട്ട് അയാൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷേ അയാൾക്കറിയാം പെട്ടെന്ന് തന്നെ നിങ്ങളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കോൺടാക്റ്റ് ചെയ്യാനും പറ്റില്ല. അതായത് നിങ്ങൾ തമ്മിൽ മാനസികമായിട്ടും ഒരുപാട് നിങ്ങൾ അകന്നു ആ ഒരു പേഴ്സണിൽ. അപ്പോൾ പഴയതുപോലെ അത്ര എളുപ്പമല്ല ഇപ്പം നിങ്ങളിലോട്ട് വരുന്നതൊന്നും ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങളുടെ ഒരു കാർമിക്കിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിന് ഒരു കാർമിക് എൻഡ് ആയിരിക്കും മിക്കവാറും. ഇത് ഒരു റേസിംഗ് സൈൻ ആയിട്ട് അക്വേറിയസ്, സ്കോർപ്പിയോ, ലിയോ, ടോറസ് ഇങ്ങനെയുള്ള ആൾക്കാരാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സോഡിയാക് അത് റൈസിംഗ് സൈൻ ആവാനുള്ള ചാൻസും ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ഒരുപാട് കാർമിക്, അതായത് ഇപ്പോഴത്തെ ആ ഒരു എനർജി വെച്ചിട്ട് മെർക്കുറി റെട്രോഗ്രേഡ് ആണ്. അപ്പോൾ ഒരു മെയ് 14 മുതൽ ഒരു ഏപ്രിൽ 7 വരെ ഇങ്ങനെ നമുക്ക് നിങ്ങളുടെ എനർജീസിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസും കാര്യങ്ങളും മനസ്സിലാവും. അതായത് ഇപ്പോൾ നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുമോ, നിങ്ങളായിട്ട് യാതൊരുവിധ തരത്തിലും കമ്മ്യൂണിക്കേഷനോ ട്രിഗറിങ്ങോ ഒന്നും ഇല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു പേഴ്സണായിട്ടുള്ള കാമിക് സൈക്കിൾ എൻഡ് ആയി എന്നാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് ലെസൺ നിങ്ങൾ പഠിച്ചു. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത സ്റ്റേജ് ഓഫ് ലൈഫാണ്. അപ്പോൾ അതുപോലെ ഒരു നമുക്കിപ്പോഴത്തെ എന്ന് വെച്ചാൽ എനർജി വെച്ചിട്ട് നമ്മളുടെ ഇതും പിന്നെ അതുപോലെ തന്നെ എക്ലിപ്സ് പോർട്ടലും കൂടെ ഓപ്പൺ ആയത് സ്ഥിതിക്ക് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ മൊത്തത്തിൽ ഒരു റീസെറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട്, അതായത് നിങ്ങളുടെ കാമിക് ക്ലിയറൻസ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസിലോട്ട് എത്താൻ വേണ്ടിയുള്ള ആ ഒരു പാത്തിലോട്ട് നിങ്ങൾ വന്നു, അല്ലെങ്കിൽ ആ ഒരു സോൾ പേർപ്പസിലോട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. അപ്പോൾ ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് അതാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ സ്പിരിച്വലി ഭയങ്കര ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ കോൺടാക്റ്റ് ചെയ്യുന്നില്ല. അത് ഈ ഒരു എനർജി, ഇപ്പോഴത്തെ യൂണിവേഴ്സൽ എനർജി ഇതായതുകൊണ്ട്, പ്ലാനറ്റ് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തരത്തിൽ നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സൻ്റെ എനർജിയോ അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസോ ഫീലിങ്സോ ഒന്നും യാതൊരു തരത്തിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നിങ്ങളെ ട്രിഗർ ചെയ്യുന്നില്ല.